കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് തെങ്ങോട് ഒരു മനോഹരമായിട്ടുള്ളത് ആർക്കിടെക്ചറൽ ഡിസൈനിൽ പണിത വീടാണ്. 6 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ഉള്ള വീട്. 3 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. തെങ്ങോട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്ററും അകലം വരും. കിണർ വെള്ളം അവൈലബിൾ ആണ്. KW വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ വളരെ വലിയ ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ ടൈലുകളാണ് മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്ലെയിൻ ഗ്ലാസും സ്റ്റീൽ ഹാൻഡ് റെയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കാണാം. വലിയ ജനലുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ആ കണ്ടംപററി ഒരു മോഡേൺ ഡിസൈൻ ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് സ്ട്രക്ചർ പോലത്തെ ഒരു ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ലൂവർ ഡിസൈൻ പാറ്റേൺ കാണാം. ഇവിടെ വലിയൊരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് വീടിൻ്റെ 2 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഈ വീട് പോലെ തന്നെയുള്ള വീടാണ്. അതിൻ്റെ വർക്ക് തീരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന വീട് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് ആ വീടിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് എടുക്കുന്നത്. സെയിം തന്നെയാണ്. അപ്പോൾ ഈ റോഡാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഏകദേശം ഒരു 5 മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മതിൽ വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻ ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ വെർട്ടിക്കൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. അവിടെ CNC മെഷീൻ കട്ട് ചെയ്ത GI ഷീറ്റ് കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ വരുന്നത്. അത് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫോൾഡബിൾ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ കടന്നു വരാം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കോബിൾ സ്റ്റോൺസ് ആണ് നൽകിയിരിക്കുന്നത്. ചെറിയ ഡിസൈനിലുള്ള കോബിൾ സ്റ്റോൺസ് ഇവിടെ കാണാം. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് കാർ പോർച്ചിലാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇന്നോവ പോലുള്ള വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഈ കാർ പോർച്ചിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഡിസൈനിൽ വരുന്ന വലിയൊരു ജനൽ തന്നെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് കിണർ വരുന്നത്. അത് നല്ലൊരു ഡിസൈൻ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കിണറാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന ഏരിയയിലുമാണ് ഈ വീടുള്ളത്. ഇവിടെ ചെറിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും കോബിൾ സ്റ്റോൺസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിനോട് ചേർന്നും ഈ ഭാഗത്തോട് ചേർന്ന് നമുക്ക് ചെറിയ പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാർ പോർച്ചിൽ കണ്ട പോലുള്ള ഒരു ജനൽ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു കലാത്തിയ പ്ലാന്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്പേസ് കാണാം. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ ഈ സൈഡിൽ നമുക്ക് നോക്കാം. ഈ സൈഡിലും അത്യാവശ്യം സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം ചെറിയ പ്ലാന്റർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ചെടികൾ വച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് അവൈലബിൾ ആണ്. അതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല. ഇവിടെ ചെറിയ കലാത്തിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് വരുന്നത് വർക്ക് ഏരിയ സ്പേസ് ആണ്. അത് നമുക്ക് കിച്ചൺ കാണുമ്പോൾ കാണാം. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അകത്തേക്ക് പോരുമ്പോൾ ഇതാണ് വലിയ സിറ്റ് ഔട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നല്ല വീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിലും കുറച്ചുകൂടി വീതി കുറച്ച് ഫുൾ ബോഡി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. ഈ ഡോറ് നോക്കുമ്പോൾ തന്നെ അറിയാം മനോഹരമായിട്ടുള്ള വലിയ ഹെവി ആയിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. വുഡൻ ഹാൻഡിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് പ്രവേശിക്കാം.
മനോഹരമായി തന്നെയാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയൊരു ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പുറത്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് വലിയ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. കർട്ടൺ വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, മനോഹരമായിട്ടുള്ള വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. TV യൂണിറ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഏരിയ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കാണാം. അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് വലിയൊരു ഷാൻലിയർ ഒരുക്കിയിരിക്കുന്നു. നല്ല ഓപ്പൺ സ്പേസുകളുള്ള ഒരു വീട് തന്നെയാണിത്. നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. അതൊരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഐലൻഡ് ഷേപ്പിലാണ് ഈ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ഒരു നല്ലൊരു വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു ടാപ്പ്, ഇവിടെ വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഷാൻലിയർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ ഒരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കർട്ടൻ വർക്കും കൊടുത്തിരിക്കുന്നു. ചെറിയ വാൾ ഡെക്കർ ഐറ്റംസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് കിച്ചണിലേക്കാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. കിച്ചണിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് കിച്ചൻ്റെ അകവശം. ഇവിടെ നമുക്കൊരു സെമി ഐലൻഡ് എന്നുള്ള രീതിയിലുള്ള ഒരു പോർഷൻ ഇവിടെ കാണാം. ഇവിടെ ഒരു ഹോബും ഫുഡും ഒക്കെ വെക്കാനുള്ള സ്പേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്, എൽ ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സിങ്ക് തന്നെ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ കബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. അതിന് ചുറ്റും LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വർക്ക് ഏരിയ സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നോക്കാം. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡ് വരുന്നത് ഇവിടെയാണ്. അതിൽ നിന്ന് തൊട്ട് ചേർന്ന് തന്നെ ഈ വർക്ക് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു. നീളത്തിലുള്ള ഒരു വർക്കിംഗ് കൗണ്ടർ ഇവിടെ കാണും. താഴെയും മുകളിലും കബോർഡുകൾ വരുന്നുണ്ട്. മുകളിൽ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസാണിത്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമുക്ക് ഏകദേശം 1.5 മീറ്റർ സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ്, 2 കോർട്ട്യാർഡുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഒരു കോർട്ട്യാർഡ് സ്പേസ് അവൈലബിൾ ആണ്. മുകളിൽ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകളുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഇത് മനോഹരമായിട്ടുള്ള ഒരു വുഡൻ ഡോറ് തന്നെ ഇവിടെ ഈ ബെഡ്റൂമിന് ചെയ്തിരിക്കുന്നു. മാസ്റ്റർ ബെഡ്റൂം സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത്. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോട്ടെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. അവിടെ L ഷേപ്പിലാണ് ഇവിടുത്തെ ജനൽ വരുന്നത്. ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ ഡിസൈനിലുള്ള ഒരു ഫാൻ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ബെഡ്റൂമിൻ്റെ ഭാഗമാണ് കബോർഡ്. സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല വാർഡ്രോബ്, നല്ല ഫിനിഷിലുള്ള നല്ല സ്മൂത്തായിട്ടുള്ള ഫിറ്റിങ്സുകളെല്ലാം കൊടുത്ത വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയയും മിററും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ ടൈലുകളെല്ലാം ഏകദേശം സെയിം ടൈപ്പ് ടൈലാണ് വരുന്നത്. ഇവിടെ എല്ലാം ഗ്ലോസി ടൈപ്പ് ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ വാൾ കൊടുക്കാം, ഗ്ലാസ് പാർട്ടീഷൻ വാൾ കൊടുക്കാം. ഇവിടെ ഷവർ, ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് ക്ലോസറ്റ് വരുന്ന ഏരിയയാണ്. പ്രീമിയം ബ്രാൻഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹിൻഡ്വെയറിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസും ഇവിടെ ഒരു ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു വാഷ് ബേസിനും ഒരു ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. കട്ട് ചെയ്തോ. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡൻ ഡോറ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
രണ്ട് ബെഡ്റൂമുകൾക്കും ഏകദേശം ഒരേ സ്പേസ് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൽ ഈ ബെഡ്റൂം ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ നിന്ന് കണ്ട വിൻഡോയാണ്. അവിടെ കർട്ടൻ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കബോർഡ് വരുന്നത്. ഇവിടെയും സ്ലൈഡിങ് വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓട്ടോ ക്ലോസ്ഡ് ആണ് ഇതിൻ്റെ വാർഡ്രോബിൻ്റെ ഡോർ വരുന്നത്. മുകൾ ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഇവിടെയും വാൾ ഡെക്കർ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡ്രസ്സിങ്ങിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വലിയ മിറർ, താഴെ വാനിറ്റി കൗണ്ടർ, ഇവിടെയും നല്ല ലൈറ്റിന് വേണ്ടി ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാത്റൂമാണ്. ഈ ബാത്റൂമിന് ഗ്ലാസ് പാർട്ടീഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മറ്റേ ബാത്റൂമിന് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഹാൻഡ് ഷവറുകളും റെയിൻ ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് വരുന്നത് ഹിൻഡ്വെയറിൻ്റെതാണ്. ഫിറ്റിങ്സുകളെല്ലാം ഹിൻഡ്വെയറിൻ്റെതാണ്. കൺസീൽഡ് ഫ്രഷ് ടാങ്ക്, ഇവിടെ വാഷ് ബേസിൻ, മിറർ, LED ലൈറ്റ്, ടവൽ ഡ്രോവർ, എല്ലാം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് വുഡൻ സ്റ്റെപ്പാണ് നൽകിയിരിക്കുന്നത്. GI ഷീറ്റിൽ വുഡൻ സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. ഇവിടെ എല്ലാം വാൾ ഡെക്കർ ഐറ്റംസ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നീളത്തിലുള്ള വലിയ ഒരു അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല വലിപ്പമുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വലിയ ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു. ഈ ഡോറ് തുറന്നാൽ നമുക്ക് ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം 2-3 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ സ്ക്വയർ ട്യൂബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റിൻ്റെ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിങ്ങിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഇവിടെ കാണാനാകുന്നത്. നല്ലൊരു ഫാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. 2 സൈഡിൽ നമുക്ക് ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഈ സൈഡിലായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ഹൈറ്റാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവിടെ ഡബിൾ ഹൈറ്റ്, അവിടെ ഷാൻലിയർ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന് കണ്ട ആ ഷാൻലിയറാണിത്. നല്ല ഭംഗിയിൽ തന്നെ ആ ഷാൻലിയർ ഇവിടെ ചെയ്തിരിക്കുന്നു. ഓപ്പൺ സ്പേസുകൾ ധാരാളം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂം ഒന്ന് നോക്കിയേക്കാം. ഇതാണ് ബെഡ്റൂം, മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ബെഡ്റൂമുകൾ വരുന്നത്. അതുകൊണ്ട് ഒരേ വലിപ്പം തന്നെയാണ് കോട്ടും കട്ടിലും. അതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം സെയിം തന്നെയാണ്. വാർഡ്രോബും അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം നോക്കാം. ബാത്റൂമും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ടൈലിൽ മാത്രമാണ് അല്പം വ്യത്യാസം വന്നിരിക്കുന്നത്. ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ അതേ ഒരു ഫിനിഷിൽ വരുന്ന ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. എല്ലാ ബാത്റൂമുകളും സ്പേഷ്യസ് ആണ്. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. ആ ബെഡ്റൂം കുറച്ചുകൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതാണ് ആ ബെഡ്റൂം. കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം സ്പേഷ്യസ് ആണ് ബെഡ്റൂം. ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ, UPVC വിൻഡോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാർഡ്രോബ് വരുന്നത് ഭിത്തിയിലേക്ക് കയറി നിൽക്കത്തക്ക രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിന് അത്യാവശ്യം സ്പേസ് നമുക്ക് കൂടുതലായി ഫീൽ ചെയ്യുന്നുണ്ട്. താഴെയും മുകളിലും കബോർഡുകൾ നൽകിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കബോർഡുകളാണ്. ബാക്കി ബെഡ്റൂമുകളെല്ലാം നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബുകളാണ് കണ്ടത്. ഇവിടെയും ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൻ്റെ ഒരു ബാൽക്കണി നമ്മൾ പുറത്തുനിന്ന് കണ്ടിരുന്നു. അത് ഈ ബാൽക്കണിയാണ്. സേഫായിട്ടുള്ള നല്ലൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ വരുന്നത്. പുറത്തേക്ക് നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുകൾ വരുന്നത്. നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഇനി നമുക്ക് കാണേണ്ടത്. അത് വരുന്നത് ഇവിടെയാണ്. ഇതിന് ഗ്ലാസ് പാർട്ടീഷനൊന്നുമില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന സെറ്റപ്പിലുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഫിനിഷിംഗ് എല്ലാം നേരത്തെ കണ്ട അതേ സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു ഏരിയയാണ്. കോൺക്രീറ്റിൽ തന്നെയാണ് ആ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത്. മൊറോക്കൻ ടൈൽസാണ് ഇതിൻ്റെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്. ഇവിടെ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ്. മുകളിലേക്ക് പോകാനായിട്ട്
ടെറസിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്, പക്ഷേ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ആ സ്റ്റെപ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി ബാൽക്കണി സ്പേസ് കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത്. ഇവിടെ വലിയൊരു പില്ലർ, അത് GI സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ഇവിടെ നമുക്ക് GI ട്യൂബിൽ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ സ്റ്റീലിലും ഗ്ലാസ്സിലുമായിട്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ ടെറാക്കോട്ട ടൈലുകൾ കൊടുത്തിട്ടുണ്ട്, മുകളിൽ വേറെ ടൈലുകളും കൊടുത്തിട്ടുണ്ട്. 2 ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഈ വീടിന് കിട്ടിയിരിക്കുന്നത്. 6 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു കിടിലൻ വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് തെങ്ങോടാണ്. ഇൻഫോ പാർക്കിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന വീട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KWA വാട്ടർ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 3 വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വില്ല വരുന്നത്. 2 വില്ലകൾ ഉണ്ടായിരുന്നു, ഇനി ഒരു വീട് മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,85,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ വീട് കാണാനോ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.